ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് ഇപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, അബദ്ധധാരണകളുണ്ട്, മിഥ്യാധാരണകളുണ്ട്. മന്ത്രവാദം കഴിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, മറ്റു തരത്തിലുള്ള ഈ ഒറ്റമൂലി പ്രയോഗത്തിൽ പോകുന്നവരുണ്ട്, കൃത്യമായ സമയത്ത് ചികിത്സിക്കാത്തവരുണ്ട്, രോഗം കണ്ടുപിടിക്കാൻ കഴിയാവുന്ന വെച്ചുകൊണ്ട് താമസിപ്പിച്ചിട്ട് മരണത്തിലേക്ക് നടന്നു പോകുന്നവരുണ്ട്, പിന്നെ സാമൂഹ്യമായ ബഹിഷ്കരണം നടത്തുന്നവരുണ്ട്, പകർച്ചവ്യാധിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ടെന്നേ. പക്ഷെ അതൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? നമുക്ക് ആർ സി സിയിൽ ഇരുന്നു കൊണ്ട് ആ വരുന്നവരോട് കാര്യങ്ങൾ പറയുന്നതല്ലല്ലോ. അതിനുപരിയായിട്ട് പൊതുസമൂഹത്തിനെ ബോധവൽക്കരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആർ സി സിയുടെ ഒരു പ്രധാനപ്പെട്ട മോട്ടോ തന്നെ എന്ന് പറയുന്നത് ഇത്തരം അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്, ചികിത്സ മാത്രമല്ല. അതിനാണ് നമ്മൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് അന്ന് വരെ ഇല്ലാത്ത തരത്തിൽ സ്വസ്തി എന്ന് പറഞ്ഞ ഒരു പരിപാടി ദൂരദർശനിൽ ഒരു പരമ്പരയായിരുന്നു. എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാ നടന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ പരമ്പരയായിരുന്നു ചെയ്തു. അതൊരു 6 മാസത്തോളം ഉണ്ടായിരുന്നു ആ പരമ്പര സ്വസ്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ ആർ സി സിയിലെ ഡോക്ടർമാരെയും സയൻറ്റിസ്റ്റുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആരോഗ്യ കേരളം, അതുപോലെ തന്നെ ആരോഗ്യ ഭാരതം എന്ന് പറഞ്ഞ 2 പരിപാടി ദൂരദർശനിൽ തന്നെ, അത് ലൈവ് ഷോ ആയിരുന്നു. അതിലെല്ലാവരും ഉൾപ്പെടുത്തി. ഓരോ നൂക്കാൻ കോണറിൽ നിന്നുള്ള സംശയങ്ങൾ പരിഹരിക്കത്തക്ക തരത്തിലുള്ള ആധാർ എക്സ്പെർട്സിനെ വിളിച്ചു വരുത്തിയിട്ട് ഈ 2-3-4 വർഷത്തോളം അത് കണ്ടിന്യൂസ് ആയിട്ട് ആ പരിപാടി പോയി. അപ്പം അതിലൂടെ നമുക്കൊരു അവബോധം സൃഷ്ടിക്കാൻ സാധിച്ചു. മറ്റേ നേരത്തെ പറഞ്ഞ മുക്തി എന്നുള്ള പരിപാടി, മുക്തി പരിപാടിയിലൂടെ ഒരു 72 രാജ്യങ്ങളിലാണ് ഇതിൻ്റെ ഇത്. അതിൻ്റെ ഞങ്ങളെ ഈ പരിപാടി കണ്ടതിന് ശേഷം എന്നെയും അന്നത്തെ ഡയറക്ടറെയും സൂപ്പറിനെയും കൂടെ ഒരു സംഘടന അവിടെ ക്യാമ്പയിന് വിളിച്ചു. നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ സൗദിയിലും ഖത്തറിലും ഞങ്ങളൊരു 10-30 ദിവസം അവിടെ പോയി. അപ്പോഴവിടെ ഉണ്ടായ ആ ചേഞ്ച്, ഈ പ്രോഗ്രാമിലൂടെ അവരിലുണ്ടായ ചേഞ്ച് അത്ഭുതകരമായിരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് സാധിക്കുമോ? ടെലിവിഷൻ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് വെറുതെ ആൾക്കാർ എൻ്റർടൈൻമെൻറ്റ്, അതല്ല. അതിനുപരിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള വലിയൊരു ഉദാഹരണമായിരുന്നു. അവർ വലിയ ക്യാമ്പയിൻ. അത് പിന്നെ അവിടെ തന്നെ ഈ ക്യാൻസർ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കിടയിൽ ക്യാൻസർ ബോധവൽക്കരണം നടത്താനും അവരുടെ വെൽഫെയർ ആക്ടിവിറ്റീസിനെ നമുക്ക് ഏകോപിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ പറയാം. പിന്നെ വേറെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ക്യാൻസറിൻ്റെ നമ്മൾ അവിടെ ടെലിവിഷനിലിരുന്ന് പറയുന്നു, അല്ലെങ്കിൽ ആകാശവാണിയിലൂടെയോ അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയോ പറയുന്ന ഒരു ഗ്രൂപ്പിലുപരിയല്ലാതെ ഇതൊന്നും കിട്ടാത്ത ആൾക്കാരുണ്ട്. അവരുടെ വീട്ടുപടിക്കലെത്തണം പ്രഭാഷണങ്ങൾ, അതുപോലെ തന്നെ ക്യാൻസർ ഡിറ്റക്ഷൻ ആർ സി സി എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാസർഗോഡുള്ള ഇതൊന്നും ആക്സസ് ഇല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ കണ്ണൂരുള്ള ഒരാൾ, അല്ലെങ്കിൽ കോഴിക്കോട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ വയനാട്ടിലുള്ള ഒരാൾ അവിടെ തന്നെ അവരുടെ വീട്ടുമുറ്റത്ത് ചെന്ന് ക്യാൻസറിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കുകയും അവരിലെ ശരിക്കും പറഞ്ഞാൽ പൊട്ടൻഷ്യലായ ആൾക്കാരെ സ്ക്രീൻ ചെയ്യുകയും ചെയ്യുന്ന സംവിധാനമുണ്ട്. അതിനൊക്കെ നമുക്ക് ആർ സി സി ഒരു വിഭാഗം തന്നെയുണ്ട്, കമ്മ്യൂണിറ്റി ഓങ്കോളജിനുണ്ട്. അതൊക്കെ വലിയൊരു ചേഞ്ചാണ്. ഈ അവയർനെസ് നേരത്തെ പറഞ്ഞ പോലെ അവബോധം സൃഷ്ടിക്കുന്ന ഇത്തരം പരിപാടികളൊക്കെ തന്നെ ഒരുപാട് എന്താ പറയുക, പിന്നെ പ്രാധാന്യമുണ്ട്, അതിന് പങ്ക് വഹിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനം. പിന്നെ ഒരു മാൻ പവറിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എല്ലായിടത്തും ഉണ്ടല്ലോ. ഈ മാൻ പവർ പരിഹരിക്കാനായിട്ട് നമുക്കിപ്പം ഞാൻ തന്നെ അവിടെ ആർ സി സിയിൽ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. റിസപ്ഷനിസ്റ്റ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി. ഒരു ട്രെയിനിങ് അപ്രൻറ്റീഷിപ്പ് കോഴ്സല്ല, ഒരു അപ്രൻറ്റീഷിപ്പ് തുടങ്ങി. ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് 1 വർഷം അവർക്ക് കൊടുക്കും, ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കും, അവർക്ക് സ്റ്റൈഫിന് കൊടുക്കും. അപ്പോൾ 10 പേരുണ്ടെങ്കിൽ 10 സ്റ്റാഫിന് ഗുണമാണ്. അവർക്കൊരു മറ്റൊരു ജോലി കിട്ടാനുള്ള പൊട്ടൻഷ്യാലിറ്റി കിട്ടുകയും ചെയ്യും. അവർക്ക് എവിടെയെങ്കിലും പോയി മറ്റൊരു ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ആളില്ലാത്തടത്ത് വോളണ്ടിയർമാരെ വെച്ചിട്ട് 10 പേരെ വെച്ച് വോളണ്ടിയേഴ്സിനെ എടുക്കുമായിരുന്നു. അതായത് റിട്ടയർ ചെയ്ത ആൾക്കാരെ കൊണ്ട് അവർക്ക് സേവന സന്നദ്ധരായിട്ടുള്ള സേവന മനസ്ഥിതിയുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ക്യാൻസർ കെയർ ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പദ്ധതി ഉണ്ടായി, ക്യാൻസർ കെയർ ഫോർ ലൈഫ്. ഈ ക്യാൻസർ കെയർ ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതെല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അതൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അത് ശരിക്കും ഡിജിറ്റലൈസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഉള്ള തരത്തിലേക്ക് അത് പോയിരുന്നില്ല. അങ്ങനെ വരും. അതിനെയൊക്കെ ഒന്ന് ഞാനായിരുന്നു നോഡൽ ഓഫീസറായിരുന്നു. അതിനെ ഒന്ന് നേരെയാക്കി എടുക്കാൻ, അതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ, ഓർഗനൈസ് ചെയ്തെടുക്കാനായിട്ട് ഇനിയിപ്പോൾ ആർക്കും അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ കാര്യമാണ്. പിന്നെ ആർ സി സിയിൽ ഈ പറഞ്ഞ റിക്രിയേഷൻ എന്നുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. സ്ട്രെസ്സാണ് എല്ലാവർക്കും. ഇടപഴകുന്ന ആൾക്കാരുടെ സ്ട്രെസ് കൂടെ നമ്മളിലേക്ക് ആവാഹിക്കുന്ന തരത്തിലേക്കാണ് അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു സംവിധാനം ഉണ്ടായി. ഞാനൊരു മുൻകൈ എടുത്തു. ഇപ്പോൾ അത് നടക്കുന്നുണ്ട്. മുൻകൈ എടുത്തു. അവിടെ റിക്രിയേഷൻ ക്ലബ്ബൊക്കെ ഉണ്ടാക്കാൻ മുൻകൈ എടുത്തു. ആർ സി സിയിലെ
അത്തരം ഒരു കലാ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവർക്ക് അവരുടേതായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് റിക്രിയേഷനുള്ള സംവിധാനങ്ങൾ അത് തുടക്കമിട്ട് കൊടുക്കാൻ നമുക്ക് സാധിച്ചു. പിന്നെ അവർക്ക് അവരുടെ സ്റ്റാഫിൻ്റേതായിട്ടുള്ള രചനകൾക്കും അവരുടെ കലാപ്രവർത്തനങ്ങൾക്കും ഇട്ടിട്ടുള്ള വേറെ ഒരു മാഗസീൻ പ്രസിദ്ധീകരിച്ചു. സമന്വയം എന്ന് പറഞ്ഞ മാഗസീൻ പ്രസിദ്ധീകരിച്ചു. പിന്നെ നെറ്റ്വർക്കിലൂടെ ഇപ്പോൾ RCC ഏത് കോണിലിരുന്നാലും പേഷ്യൻസിന് എല്ലാ ഇൻഫർമേഷൻ കിട്ടാത്ത തരത്തിലുള്ള നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴതില്ല. നേരത്തെ നമ്മൾ ചില ബാങ്കിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഒരു നെറ്റ്വർക്ക് ലോകാരോഗ്യ സംഘടനയുടെ സഹായം കിട്ടിയ കാര്യത്തിൽ. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും കിട്ടും. RCC മുഴുവനുമായ ഇൻഫർമേഷൻ കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു നെറ്റ്വർക്ക്, കമ്പ്യൂട്ടറും TVയും നമ്മൾ ബന്ധിപ്പിച്ചുള്ള പരിപാടി, അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റിന് ഒരുപാട്, കാരണം RCC വിസിബിലിറ്റി, ഈ RCC വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ RCCയെക്കുറിച്ച് അറിയുന്നത് വഴി ജനങ്ങൾക്ക് ഈ സേവനം ഇവിടെ ലഭ്യമാണെന്നുള്ള അറിവ് ലഭ്യമാക്കുക എന്നുള്ളതാണ്. കാരണം ഇതിങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ ആൾക്കാർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ വിസിബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈ പറഞ്ഞ പ്രത്യേകിച്ച് കോമ്പറ്റീഷനുള്ള ഒരു സമൂഹമാണ്, യഥാർത്ഥത്തിലുള്ള കള്ളനാണയങ്ങൾക്ക് മുൻകൂട്ട് വരുന്ന സമൂഹമാണ് നമ്മൾ. അപ്പോൾ അവിടെ ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഈ ചില കാര്യങ്ങളില്ലെന്ന് അറിഞ്ഞതിന് വിദേശത്ത് പോകുന്നവരുണ്ട്. ചിലപ്പോൾ ഇവിടെ കിട്ടുന്ന ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ ഇല്ല എന്നുള്ള ധാരണയിൽ വിദേശത്ത് പോകുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വിസിബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വിസിബിളാക്കാൻ എനിക്ക് തോന്നുന്നത് RCCയുടെ ഒരു വാർത്തയില്ലാത്ത, ഒന്നുകിൽ പത്രവാർത്ത, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിഷ്വൽ മീഡിയ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, അതല്ലെന്നുണ്ടെങ്കിൽ മാഗസീൻസ്, എപ്പോഴും എവിടെയെങ്കിലും RCCയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലുണ്ട്. നമുക്ക് അതിലേക്ക് അങ്ങനെ ഒരു വിസിബിളാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ള വലിയൊരു സംതൃപ്തിയുണ്ട്.